ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എൻ്റെ 7 ഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷ് അമിനോ ആസിഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ചെടികളുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും നല്ല വിളവിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്. ഫിഷ് അമിനോ ആസിഡ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചാള അഥവാ മത്തിയാണ്. ഇതിനായി എടുത്തിരിക്കുന്ന ശർക്കര 1/2 കിലോ തന്നെയാണ്. ഈ ചാള നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ശർക്കര നന്നായി പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചാള നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ശർക്കര ഇതുപോലെ തന്നെ ചെറിയതായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെപ്പിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഏറ്റവും അടിയിൽ ഒരു ലെയർ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ചാള ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാളയാണ്. ചാള ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ശർക്കര. അങ്ങനെ ഇത് ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും ശർക്കരയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായി ടൈറ്റാക്കി അടച്ച് അധികം ചൂടും വെളിച്ചവും ഏൽക്കാത്ത ഒരു സ്ഥലത്ത് വയ്ക്കണം. നല്ല പോലെ ടൈറ്റാക്കി വേണം കേട്ടോ അടയ്ക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൽ പുഴു വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിനുശേഷം ഇത് 10 ദിവസം കൂടുമ്പോൾ ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് 30-40 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നന്നായി അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇതുപോലെ 2 മാസം മുന്നേ ഉണ്ടാക്കി വെച്ച ഫിഷ് അമിനോ ആസിഡാണ് ഇത്. ഇത് 3-3.5 മാസത്തോളമായിട്ടുണ്ട് ഇതുണ്ടാക്കി വെച്ചിട്ട്. ഇതാണ് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് നന്നായി അരിച്ച് കുപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഞാനിത് അരിച്ചെടുക്കാറില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് എടുക്കുന്നതെങ്കിൽ അത് നന്നായി അരിച്ച് തന്നെ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ സ്പ്രെയർ കേടാവാൻ സാധ്യത വളരെയുണ്ട്. ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമ്മളിത് അരിച്ചെടുത്ത് ഉപയോഗിക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കാൻ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചുവട്ടിൽ ഒഴിക്കാനാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ ഒട്ടും കൂടുതലാവാൻ പാടില്ല കേട്ടോ. മീനിൻ്റെ വേസ്റ്റ് ആയാലും നമുക്ക് ഇതുപോലെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നല്ല ഫലം കിട്ടണമെങ്കിൽ മീൻ മുഴുവനായിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ചാളയ്ക്ക് പകരം ചെറിയ ചെറിയ മീനുകൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ചാള തന്നെയാണ്. ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളവും കീടനാശിനിയുമാണ് ഫിഷ് അമിനോ ആസിഡ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.